ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ. കണ്ടസ്റ്റൻസ് എല്ലാവരും തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അതിൽ രതീഷ് കുമാറാണ് മുൻപന്തിയിൽ. സകല വള്ളിയും കയറി പിടിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ് മറ്റ് കണ്ടസ്റ്റൻസിനെ. രാവിലെ തന്നെ ജാൻമണിയുമായി ഒരു വമ്പനടി. കാര്യം പറഞ്ഞാൽ ജാൻമണിയുടെ കയ്യിലും തെറ്റുണ്ട്. അതായത് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള ജാൻമണിക്ക് ബിഗ് ബോസ് സിഗരറ്റ് കൊടുത്തു, എന്നാൽ കത്തിക്കാൻ ലൈറ്റർ കൊടുത്തില്ല. ബോസേട്ടന്റെ ചെറിയ ചെറിയ പണികൾ. എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ കിച്ചണിൽ നിന്നും സിഗരറ്റ് കത്തിച്ച ജാൻമണിയുടെ നേരെ രതീഷ് ഒരു ഇരയെ കിട്ടിയ ആവേശത്തിൽ പാഞ്ഞെടുത്തു. പിന്നെ പറയണ്ട, ജാൻമണിയെ പറയാത്തതൊന്നുമില്ല. സംഭവം ജാൻമണി ചെയ്തത് തെറ്റാണെങ്കിലും രതീഷ് എങ്ങനെയെങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് തന്റെ സ്ഥാനം ബിഗ് ബോസ് ഹൗസിൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ബട്ട് പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രതീഷിന്റെ ഈ സ്വഭാവം മറ്റ് കണ്ടസ്റ്റൻസ് മുതലാക്കുന്നുമുണ്ട്. എടുത്തു പറഞ്ഞാൽ നമ്മുടെ സിജോയും ജാസ്മിനും ഒക്കെ. ഇതിനിടയിൽ കയറിക്കൂടി അവർ അവരുടെ സ്പേസ് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ജാൻമണിയുടെ കാര്യത്തിൽ മാത്രമല്ല, വലിയ താമസിക്കാതെ തന്നെ കോമണറായ നിഷാനയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ കയറി പിടിച്ചു രതീഷ്. അതായത് ഏഷ്യാനെറ്റ് വിളിച്ചിട്ടാണ് നിഷാന ബിഗ് ബോസിൽ വന്നതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നിങ്ങൾ കോമണറാണ്, നിങ്ങളുടെ സൈഡിൽ നിന്നും അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് നിഷാനയെ വട്ടാക്കി. നിലവിൽ ലഭിച്ച കുറച്ചു സമയത്തിനുള്ളിൽ രതീഷ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. ബട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമന്റ് ഇടുക.